നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് നിന്ന് വരുന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് വീടിനുള്ളിൽ ചോരയിൽ കുളിച്ച നിലയിൽ യുവാവിൻ്റെ മൃതദേഹം. കോഴിക്കോട് പാളയം പുതിയ കോവിലകം പറമ്പുനഗർ സ്വദേശി ബിജുവാണ്. ബിജുവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ബിജുവിൻ്റെ കിടപ്പ് മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടെ പാല് കറക്കുന്നതിനായി ബിജുവിനെ വിളിച്ചുണർത്താൻ അമ്മ പോയി. അമ്മയാണ് മൃതദേഹം ആദ്യം കാണുന്നത്. വീട് പുറത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നിയ അമ്മ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ബിജുവിനെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിന് താഴെ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു ബിജുവിനെ കണ്ടത്. പരിസരത്ത് ലഹരി സംഘങ്ങൾ സജീവമാണ്. അതുകൊണ്ട് പോലീസ് നിരന്തര പരിശോധന നടത്തുന്ന സ്ഥലം കൂടിയാണ്. ഈ സംഘങ്ങളിൽപ്പെട്ട ആരെങ്കിലുമാണോ ബിജുവിനെ കൊലപ്പെടുത്തിയത് എന്ന പ്രാഥമിക നിഗമനം പോലീസിനുണ്ട്. ബിജുവിനെ ആക്രമിച്ചതാണോ ഇവർ എന്നതടക്കമുള്ള സംശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, ബിജുവിനെ ആര് കൊലപ്പെടുത്തി, എന്തിന് കൊലപ്പെടുത്തി, ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അതിനുള്ള ഉത്തരം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തും. എന്തായാലും ഇതൊരു കൊലപാതകം, ആദ്യമൊക്കെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന രീതിയിലായിരുന്നു വാർത്ത. പക്ഷെ പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശിയാണ് ബിജു. ബിജുവിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അതിക്രൂരമായിട്ടാണ് ബിജുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ബിജുവിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ആയുധം ഉപയോഗിച്ചാണ് യുവാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ ചില സൂചനകൾ കിട്ടിയതായി സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കി. കൊലപാതകത്തിന് പിന്നിൽ ലഹരി സംഘം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ നഗരമധ്യത്തിലെ പാളയം പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന ഒറ്റമുറി വീട്ടിലാണ് രക്തം വാർന്ന് മരിച്ച നിലയിൽ ബിജുവിനെ മൃതദേഹം കണ്ടെത്തിയത്. ബിജുവിന്റെ ശരീരമാസകല വെട്ടേറ്റ പാടുകളുണ്ട്. കഴുത്തിനാണ് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നത്. ഈ പ്രദേശത്ത് ലഹരി സംഘം സജീവമായിരുന്നുവെന്നും ഇതിനെ ബിജു ചോദ്യം ചെയ്തിരുന്നുവെന്നുമാണ് അമ്മ പറയുന്നത്. അപ്പോൾ അവരാണോ ഇത് ചെയ്തതെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായ വിഷയമാണ്. അത്തരത്തിൽ എന്തെങ്കിലുമാണ് സംഭവിച്ചതെങ്കിൽ, അതായത് പ്രദേശത്തെ ലഹരി സംഘത്തെ എതിർത്തത് കൊണ്ട് ബിജുവിനെ കൊലപ്പെടുത്തി അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുകയാണ്. പൊതുജനങ്ങൾക്കടക്കം ഇതിൽ പങ്കെടുക്കാം, ലഹരിക്കെതിരെ പോരാടാമെന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. അത്തരത്തിൽ പൊതുജനങ്ങളും ഇതിൽ പങ്കാളികളാകുമ്പോൾ, ലഹരിയെ എതിർക്കുമ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുകയാണോ എന്നൊരു ചോദ്യം അത് ഉയരുന്നുണ്ട് നിലവിൽ. എന്തായാലും ബിജുവിൻ്റെ മരണം എങ്ങനെയാണ്, ആരാണ് ചെയ്തത് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ട് അതിന് പിന്നിൽ ലഹരി സംഘമുണ്ട്, ലഹരി മാഫിയയ്ക്ക് ഇതിന് പിന്നിൽ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങൾ ലഹരിക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവരെ കൊലപ്പെടുത്തുമോ, അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ നിലവിൽ ഉയരുന്നുണ്ട്. വീടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ പരസ്യ മദ്യപാനത്തിനായി എത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബിജു പോലീസിനെ അറിയിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ സംശയം. കൊലപാതകം സംബന്ധിച്ച് പോലീസിന് ചില സൂചനകൾ കിട്ടിയതായും കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കി. സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. പാളയം പച്ചക്കറി മാർക്കറ്റിലെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയുണ്ടായി. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ അരങ്ങേറുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളും അതിൻ്റെ വാരിയേഴ്സ് ആകണം, അതിൻ്റെ പോരാളികളാകണം എന്നൊരു ആഹ്വാനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇത്തരത്തിൽ ശക്തമായ ലഹരി സംഘത്തിനെതിരെ പൊതുജനങ്ങൾ ശബ്ദമുയർത്തിയാൽ അവർക്ക് എന്തും സംഭവിക്കും. അവരുടെ ജീവൻ വരെ അപകടത്തിലാകാവുന്ന സാഹചര്യമുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ആക്രമിക്കുന്ന, കൊലപ്പെടുത്തുന്ന, അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത എത്രയോ സംഭവങ്ങൾ. അപ്പോൾ പൊതുജനങ്ങൾ ഓപ്പറേഷൻ തൂഫാനിൽ പങ്കാളികളായാൽ, ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ പറ്റി വിവരങ്ങൾ കൈമാറിയാൽ, അവരുടെ ജീവൻ ആപത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അതിന് തക്കതായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു പരിഹാരമാർഗം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ബിജുവിൻ്റെ കൊലപാതകം കുടുംബം ആരോപിക്കുന്നത് ലഹരി സംഘമാണ് അതിന് പിന്നിലെന്നാണ്. മകൻ ഇത്തരത്തിൽ ലഹരിയെ എതിർത്തിരുന്നു, ലഹരി സംഘത്തിനെതിരെ പരാതി നൽകിയിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകമാണോ
എന്ന ചോദ്യമാണ് നിലവിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന ചോദ്യവും കൂടി ഒരു വശത്ത് ഉയരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ വീശിയടിക്കുകയാണ്. തൂഫാൻ അതായത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടെയാണ്, ലഹരിയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് നടക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് നിരവധി അറസ്റ്റുകളാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. MDMA മറ്റുമൊക്കെ ഒരുപാട് പേർ അറസ്റ്റിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ 51 ഗ്രാം MDMA യുവാവ് അറസ്റ്റിലായി. ചിറക്കര സ്വദേശി രാഹുൽ രാജാണ് അറസ്റ്റിലായത്. ബംഗളൂരിൽ നിന്നും വലിയ തോതിൽ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് എത്തിച്ച് കച്ചവടം നടത്തുന്നയാളാണ് ഇയാൾ. ചാത്തന്നൂർ, പാരിപ്പള്ളി, കൊട്ടിയം, കണ്ണനല്ലൂർ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കച്ചവടം നടത്തിയത്. കൊല്ലം സിറ്റി കമ്മീഷണർ M ഹേമലത IPS കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ ചിറക്കര താഴെവിള ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് രാഹുൽ രാജ് പിടിയിലായത്. രാഹുൽ രാജ് മാത്രമല്ല ഒരുപാട് പേരെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കഞ്ചാവുമായി എത്തുന്നവരെ. മാത്രമല്ല അതിനിടയിലാണ് പൊതുജനങ്ങളും ഇതിൽ പങ്കാളികളാകാമെന്ന നിർദ്ദേശത്തോടെ ഏത് നമ്പറിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം എന്ന ഒരു നിർദ്ദേശം കൂടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പേടിക്കണം പൊതുജനങ്ങൾ ലഹരി മാഫിയ സംഘത്തിനെ. ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറുമ്പോൾ അത് വളരെ രഹസ്യാത്മകമായിട്ട് പരസ്യമായിട്ട് എതിർക്കാതിരിക്കുക, രഹസ്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക. കാരണം നമ്മുടെ ജീവൻ പ്രധാനമാണ്. ലഹരിക്കെതിരെ പോരാടുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുക സ്വാഭാവികമാണ്. പക്ഷെ അതൊരു വൈരാഗ്യത്തിലേക്കും തുടർന്ന് നമ്മുടെ ജീവൻ തന്നെ ആപത്തിലാകുന്ന സാഹചര്യത്തിലേക്കും നയിക്കപ്പെട്ടാൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമായിരിക്കും. അതുകൊണ്ട് ബുദ്ധിയോടെ, അതായത് പോരാടണം, വിവരങ്ങൾ പങ്കുവയ്ക്കണം, പക്ഷേ പരസ്യമായിട്ടോ വിളിച്ചു ഓതിയോ ഒന്നും വേണ്ട. രഹസ്യമായിട്ട് തന്നെ ആ നീക്കങ്ങൾ നടത്തുക, രഹസ്യമായി തന്നെ ലഹരിക്കെതിരെ പോരാടുക. അല്ലെങ്കിൽ ജീവൻ ആപത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്നത് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടക്കട്ടെ, പൊതുജനങ്ങളും പങ്കാളികളാകട്ടെ. ഒപ്പം സുരക്ഷ കൂടി വേണം പൊതുജനങ്ങൾക്ക്. ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറുന്ന പൊതുജനങ്ങൾക്ക് അവരുടെ ജീവനും അവരുടെ കുടുംബത്തിനും യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് കൂടി അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.